ഇന്നും നമ്മൾ എന്നത്തെ പോലെ കുറച്ച് അത്യാവശ്യം തിരക്കുള്ളൊരു സൺഡേത്തെ കേക്കിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. കേക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസം തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണാം കേട്ടോ. ഓരോ കേക്കും നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ കയറ്റി വയ്ക്കുകയാണ്. ും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. കളറ് നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ. ആ രീതിയിലാട്ടോ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഡെലിവറിയൊക്കെ നമുക്ക് വൈകിട്ടത്തേക്കായിരുന്നു. രാവിലെ തന്നെ നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം ഉച്ചയാകുമ്പോഴും ഒരെണ്ണം കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊരു ഗ്രീൻ കളറ് ഒരു ജംഗിൾ തീമിൽ ചെയ്തെടുക്കാനുള്ളതാട്ടോ. ആ കളറ് ചെയ്തത്. നമുക്ക് പിങ്കായിട്ട് ഒരു ഗേളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മളെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നേ. അപ്പം നമ്മൾ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു വിട്ടാൽ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊരു കേക്ക് നമുക്ക് കസ്റ്റമർ പറഞ്ഞത് കാലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഉച്ച കഴിഞ്ഞ് മതിയെന്നും പറഞ്ഞിട്ട് അതിൽ വെച്ചേക്കണതാണേ. ഈ പിങ്ക് കളർ കേക്കിന് നമ്മൾ പിന്നെ അതിൻ്റെ വർക്കൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. അതൊരു ഗേളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ സ്ഥിരം കസ്റ്റമർ. അങ്ങനെ അതിന് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുവിട്ടാൽ അടുത്തതാണ് നമ്മൾ ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ കേക്ക് ചെയ്യാൻ പോണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ഒരു മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ മൂത്ത ആളുടെ ഒരു ഹോളി കമ്മ്യൂണിയനായിട്ട് ഒരുമിച്ച് നടത്താണ്. അപ്പോൾ നമ്മളോട് 2 കേക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കാണാവുന്ന രീതിയിൽ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു ബേസിൽ തന്നെ 2 കേക്ക് വെച്ച് അങ്ങനെ ചെയ്താൽ മതിയെന്ന് വെച്ചപ്പം അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കേക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു ബേസിൽ 2 കേക്ക് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്താക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ ചെയ്യണ വരെ എന്താവും. ആദ്യമായിട്ടാണ് നമ്മൾ ഈ മോഡൽ ചെയ്യുന്നത്. പക്ഷേ ലുക്ക് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. അവിടെ ചെന്ന് ഫങ്ഷന് എന്നോർത്തും അവരൊക്കെ പറഞ്ഞു നല്ലതായിരുന്നു എന്ന്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെന്നുള്ളതൊന്ന് കമൻ്റായിട്ടിടണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ മോഡൽ കേക്കൊക്കെ ഹോം ബേക്കേഴ്സ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻ്റായിട്ടിടണേ. അപ്പം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.